ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നിഫ്റ്റി മറ്റൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് ക്ലോസിംഗിലാണ് വ്യാപാരം അവസാനിപ്പിച്ചതെങ്കിലും യഥാർത്ഥത്തിൽ ഏകദേശം 100 പോയിന്റിനടുത്തുള്ള ഒരു അപ്സൈഡ് മൂവ് ഇന്ന് യഥാർത്ഥത്തിൽ നിഫ്റ്റിയിൽ നടന്നിട്ടുണ്ട്. കാരണം ഇന്ന് നിഫ്റ്റി ഓപ്പൺ ചെയ്തത് ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ്. 22,821 ഓപ്പൺ ചെയ്തത്. കൂടാതെ അതിനുശേഷം പെട്ടെന്ന് തന്നെ 22,812 വരെ താഴോട്ടേക്ക് പോവുകയും ചെയ്തിരുന്നു. അവിടെ നിന്നാണ് ഏകദേശം ഒരു 100 പോയിന്റിനടുത്തുള്ള ഒരു ഇൻട്രാഡേ റാലി നിഫ്റ്റിയിൽ നടന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് 22,900 മുകളിൽ നിഫ്റ്റിക്ക് ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞത്. അപ്പോൾ നിഫ്റ്റിയുടെ ഇന്നത്തെ ഒരു ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ മുഴുവൻ ഊർജ്ജവും ചെലവാക്കിയത് ഈ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങിൽ വന്ന ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നിഫ്റ്റി 50 ലാർജ് ക്യാപ് സ്റ്റോക്കുകൾ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തതെങ്കിലും കഴിഞ്ഞ 2 ട്രേഡിംഗ് ഡേയിൽ മിഡ് ക്യാപ്, സ്മോൾ ക്യാപ്, മൈക്രോ ക്യാപ്പ് പോലെയുള്ള ഇൻഡെക്സുകൾ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തതെന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമുക്കറിയാം, പൊതുവേ റീറ്റെയിൽ ശരാശരി ഇൻവെസ്റ്റേഴ്സ് ഏറ്റവും അധികം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാകുക സ്മോൾ ക്യാപ്പിലും മൈക്രോ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു മൂവ് അവരുടെ പോർട്ട്ഫോളിയോയിൽ ചെറിയ തോതിലുള്ള ജീവൻ വെക്കാൻ സഹായിച്ചിട്ടുണ്ടാവും. ഇപ്പോഴെങ്കിലും കുറച്ചെങ്കിലും പച്ചകത്തി നിൽക്കുന്നുണ്ടാവും എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നത്തെ ഒരു സെക്ടോറൽ ഇൻഡെക്സുകൾ നോക്കിക്കഴിഞ്ഞാൽ ഓട്ടോ ഇൻഡെക്സ് നന്നായി പെർഫോം ചെയ്ത് കാണാം. അപ്പോൾ ആ ഓട്ടോ ഇൻഡെക്സിലെ ഒരു പ്രധാനപ്പെട്ട മെമ്പറായിട്ടുള്ള ടാറ്റ മോട്ടോഴ്സിൽ ഒരു 1% മൂവ് നടന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമുക്കറിയാം, ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്ന് ഏകദേശം 42% ക്രാഷ് ചെയ്ത ഒരു സ്റ്റോക്കാണ്. ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു പ്രത്യേകത ഏറ്റവും അധികം ഷെയർ ഹോൾഡേഴ്സ് ഉള്ള അഥവാ ഷെയർ ഹോൾഡേഴ്സിൻ്റെ എണ്ണം ഏറ്റവും അധികം ഉള്ള ഒരു സ്റ്റോക്കാണ് ടാറ്റ മോട്ടോഴ്സ്. 64 ലക്ഷത്തിലധികം ഷെയർ ഹോൾഡേഴ്സ് അതിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ടാറ്റ മോട്ടോഴ്സിലെ ഇടിവ് ഇത് വലിയൊരു ഇമ്പാക്റ്റ് ആണ് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു റിക്കവറി എന്ന് പറയുന്നത് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു റിക്കവറി സാധ്യതകൾ എത്രമാത്രമുണ്ട് എന്നാണ് നമ്മൾ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ആർഫോറയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കറിയാം, ഓട്ടോ സെക്ടർ എസ്പെഷ്യലി പാസഞ്ചർ കാർ സെക്ടർ പരമ്പരാഗതമായിട്ടൊരു സൈക്ലിക്കൽ സെക്ടറാണ്. അപ്പോൾ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന ഉയർച്ച താഴ്ചകൾ ഈ പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെൻറ്റിനെ അത് നേരിട്ട് തന്നെ സ്വാധീനിക്കും. ഇപ്പോൾ സമ്പദ് വ്യവസ്ഥ ശക്തമാകുകയും ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞ ക്രെഡിറ്റ് അവൈലബിലിറ്റി ഉണ്ടാവുകയും അങ്ങനെ ആളുകളുടെ കയ്യിൽ നല്ല തോതിൽ ഡിസ്പോസിബിൾ ഇൻകം വരികയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പാസഞ്ചർ വെഹിക്കിളിൻ്റെ ഡിമാൻഡ്, കാറ് സെയിൽസ് ഒക്കെ വൻതോതിൽ വർദ്ധിക്കാറുണ്ട്. എന്നാൽ ഇക്കണോമി സ്ലോ ഡൗണിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഹൈ ഇൻഫ്ലേഷൻ കാരണം ആ സമയത്ത് കാർ വാങ്ങാനുള്ള തീരുമാനം പൊതുവെ ആളുകൾ നീട്ടിവെക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എക്കണോമിക് സ്ലോ ഡൗൺ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും കാറിൻ്റെ സെയിൽസ് ഡൗൺ ആവാറുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും, 2024 വർഷത്തിലെ 5% ഒരു ഗ്രോത്ത് മാത്രമാണ് കാർ സെയിൽസിലുണ്ടായത്. അപ്പോൾ ഇത് കഴിഞ്ഞ 4 വർഷത്തെ ഒരു ഡാറ്റ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും സ്ലോ ആയിട്ടുള്ള ഒരു ഗ്രോത്താണ് 2024 ഉണ്ടായത്. അത് നമുക്ക് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു റവന്യൂ പരിശോധിച്ചാൽ നമുക്കത് കാണാൻ പറ്റും. ടാറ്റ മോട്ടോഴ്സ് 2024 മാർച്ച് ക്വാർട്ടറിൽ അവരുടെ റവന്യൂസ് 1,21,446 കോടിയായിരുന്നു. എന്നാൽ 2024 ഡിസംബർ ക്വാർട്ടർ ആകുമ്പോഴത്തേക്കും അത് 1,15,365 എന്ന ലെവലിൽ ഇടിഞ്ഞതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അവിടെ ഗ്രോത്ത് ഉണ്ടായില്ലെന്ന് മാത്രമല്ല, സെയിൽസിൽ ഒരു ഡിപ്പാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി പ്രോഫിറ്റിൻ്റെ പാർട്ടിലേക്ക് വന്നാൽ മാർച്ച് ക്വാർട്ടറിൽ 17,529 കോടി ഉണ്ടായിരുന്ന പ്രോഫിറ്റ് ഡിസംബർ ക്വാർട്ടർ ആകുമ്പോഴത്തേക്കും 5,578 കൂപ്പുകുത്തിയതായിട്ട് കാണാം. അപ്പോൾ പ്രോഫിറ്റിൽ വലിയൊരു ഡാമേജാണ് ടാറ്റ മോട്ടോഴ്സിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിന് പ്രധാനമായിട്ടുള്ള കാരണങ്ങളായിട്ട് പറയുന്നത്, ഒന്നാമത്തേത് കാറിൻ്റെ പ്രൈസിലുണ്ടായ വർധനമാണ്. കാറുകളുടെ പഴയ പോലെയല്ല, ഇപ്പോൾ വളരെയധികം സേഫ്റ്റി സ്റ്റാൻഡേർഡൊക്കെ കീപ്പ് ചെയ്തുകൊണ്ടുള്ള, അതുപോലെ കാർബൺ എമിഷൻ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള വാഹനങ്ങളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കാർ നിർമ്മാണത്തിൻ്റെ ആ ഒരു കോസ്റ്റ് ക്രമാതീതമായിട്ട് ഉയർന്നിട്ടുണ്ട്. അതുകൂടാതെ എക്കണോമിക് സ്ലോ ഡൗൺ ആയത് കാരണം ആളുടെ കയ്യിൽ പണമില്ലാത്തതിൻ്റെ ഒരു പ്രശ്നം, അപ്പോൾ ആളുകളുടെ ബൈങ് പവർ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കാർ സെയിൽസിനെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. ഫെസ്റ്റിവൽ സീസണിൽ നല്ല തോതിലുള്ള കാർ സെയിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ ഓട്ടോ മേക്കേഴ്സ് നല്ല തോതിലുള്ള ഡിസ്കൗണ്ടും ഇൻസെൻറ്റീവ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ് അത് ഒരുവിധം പിടിച്ചു നിന്നത്. എന്നാൽ ഇവിടെ നമുക്കൊരു കാര്യം കാണാൻ കഴിയും, ഇത്തരത്തിലുള്ള മാക്രോ എക്കണോമിക് മേഖലയിലുള്ള പ്രശ്നങ്ങൾ എല്ലാ കാർ നിർമ്മാതാക്കൾക്കും ഒരേപോലെ ബാധിക്കുന്ന പ്രശ്നമാണ്. എന്നാൽ ടാറ്റ മോട്ടോഴ്സിനെ നമ്മൾ മറ്റ് പിയർ കമ്പനികളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് മാരുതി സുസുക്കി, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, അശോക് ലേലൻഡ്, ഹുണ്ടായി മോട്ടോഴ്സ് എന്നീ വെഹിക്കിൾ നിർമ്മാതാക്കളുമായിട്ട് അവരുടെ ഒരു Q3 റിസൾട്ടുമായിട്ട് ടാറ്റയുടെ Q3 റിസൾട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് വളരെ വിചിത്രമായ കാര്യമാണ് കാണാൻ കഴിയുക. കാരണം അവരുടെ Q3 റിസൾട്ട് ടാറ്റ മോട്ടോഴ്സിൻ്റെ അത്ര മോശമായി എന്ന് നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും റിസൾട്ട് മെച്ചപ്പെട്ടത് കൊണ്ട് തന്നെ ഈ പിയർ കമ്പനികളിലുള്ള ഷെയർ പ്രൈസിൽ വലിയ ഡിപ്പ് നമുക്ക് കാണാൻ കഴിയില്ല. ടാറ്റ മോട്ടോഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലിയൊരു ഇടിവ് നമുക്ക് കാണാൻ കഴിയില്ല.
ഇപ്പോൾ മാരുതി സുസുക്കി നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്നും 8.99% മാത്രമാണ് ഡൗൺ ആയിട്ടുള്ളത്. ഇനി മഹീന്ദ്ര എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഹൈയിൽ നിന്നും 13.3% ഡൗൺ ആയിട്ടുള്ളത്. ഇനി ഹുണ്ടായി മോട്ടോഴ്സ് എടുക്കുകയാണെങ്കിൽ അത് 5.93% മാത്രമാണ് ഡൗൺ ആയിട്ടുള്ളത്. അശോക ലേലൻഡ് എടുക്കുകയാണെങ്കിൽ അത് 14.45% മാത്രമാണ് ഡൗൺ ആയിട്ടുള്ളത്. എന്നാൽ ടാറ്റ മോട്ടോഴ്സിൻ്റെ കാര്യത്തിൽ 42% വമ്പിച്ച ഇടിവുണ്ട്. അപ്പോൾ ഷെയർ പ്രൈസിലുണ്ടായ ഈ ഒരു ഇടിവ് ബിസിനസ് പെർഫോമൻസിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ടാറ്റ മോട്ടോഴ്സിൽ ഡിഫറൻ്റ് ആയിട്ട് കാണുന്നത്. അപ്പോൾ ഇത് നമുക്ക് തീർച്ചയായിട്ടും ഡൈജസ്റ്റ് ചെയ്യാത്തൊരു കാര്യമാണ്. കാരണം മാക്രോ എക്കണോമിക് സ്ലോ ഡൗൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആളുകളുടെ കൺസംഷൻ പവർ കുറഞ്ഞു എന്നൊക്കെ പറയുന്നത് എല്ലാ വാഹന നിർമ്മാതാക്കൾക്കും ഒരുപോലെയാണ്. എന്നിട്ടും ടാറ്റ മോട്ടോഴ്സ് എന്തുകൊണ്ട് ഡൗൺ ആയി എന്ന് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ ബിസിനസ്സിനെ കുറച്ചും കൂടി അടുത്ത് നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു റവന്യൂ മിക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ പറ്റും, അവരുടെ സെയിൽസിൻ്റെ ഏകദേശം 70% വരുന്നത് ജാഗ്വാർ ലാൻഡ് റോവർ ബിസിനസ്സിൽ നിന്നാണ്. അതുപോലെ ടാറ്റയുടെ കമേഴ്ഷ്യൽ വെഹിക്കിൾ ബിസിനസ്സിൽ നിന്ന് 18% റവന്യൂ ആണ് വരുന്നത്. ടാറ്റയുടെ പാസഞ്ചർ EV വെഹിക്കിളുകളിൽ നിന്ന് 12% മാത്രമാണ് സെയിൽസ്. അപ്പം നമ്മൾ സാധാരണ പരിചയപ്പെടുന്നത് ടാറ്റയുടെ നെക്സോൺ അല്ലെങ്കിൽ ടാറ്റ പഞ്ച് പോലെയുള്ള EV വെഹിക്കിളുകളുടെ പെർഫോമൻസ് നോക്കിയിട്ടാണ് നമ്മൾ ടാറ്റ വിലയിരുത്തുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ടാറ്റയുടെ ബിസിനസ് എന്ന് പറയുന്നതിൻ്റെ ഒരു 12% മാത്രമാണ് ഈ ഒരു കാർ സെയിൽസിൽ നിന്ന് വരുന്നുള്ളൂ. പ്രധാനപ്പെട്ട റവന്യൂ എന്ന് പറയുന്നത് ജാഗ്വാർ ലാൻഡ് റോവറാണ്. ഈ ജാഗ്വാർ ലാൻഡ് റോവർ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഐക്കണിക് കാർ ബ്രാൻഡാണ്. അത് ടാറ്റ അക്വയർ ചെയ്യുന്നത് 2008 അന്നവരത് ഫോർഡിൽ നിന്നാണ് അത് വാങ്ങിയത് 2008. പിന്നീട് 2013 ഇതിനെയൊക്കെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു യൂണിഫൈഡ് കമ്പനിയായിട്ട് അത് ഫോം ചെയ്യുകയായിരുന്നു. അപ്പോൾ ഈ JLR അഥവാ ജാഗ്വാർ ലാൻഡ് റോവറിൻ്റെ പ്രധാനപ്പെട്ട മാർക്കറ്റ് എന്ന് പറയുന്നത് നോർത്ത് അമേരിക്ക, യൂറോപ്പ്, അതുപോലെ UK, ചൈന പോലെയുള്ള രാജ്യങ്ങളാണ്. ഇവരുടെ പ്രധാനപ്പെട്ട കോമ്പറ്റേറ്റേഴ്സ് എന്ന് പറയുന്നത് BMW, മെഴ്സിഡസ് ബെൻസ്, ഓഡി, ടെസ്ല പോലെയുള്ള, ലെക്സസ് പോലെയുള്ള ഹൈ ക്വാളിറ്റി കട്ടിംഗ് എഡ്ജ് ടെക്നോളജിയൊക്കെയുള്ള അത്തരം കാറുകളുമായിട്ടാണ് ഇവർ മത്സരിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രീമിയർ സെഗ്മെൻറ്റിലുള്ള ഈ കട്ട് ത്രോട്ട് കോമ്പറ്റീഷനിൽ സ്വാഭാവികമായിട്ടും JLR അഥവാ ജാഗ്വാർ ലാൻഡ് റോവർ പിറകോട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഈ ബെൻസ് പോലെയുള്ള കമ്പനികളിൽ നിന്ന് അതിശക്തമായ ഒരു കോമ്പറ്റീഷനാണ് ഇവർ നേരിടുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, അത്തരം കമ്പനികളൊക്കെ EV മേഖലകളിലൊക്കെ പുതിയ വേർഷനൊക്കെ ഇറക്കിക്കൊണ്ട് വലിയ തോതിലുള്ള ഡെവലപ്മെൻറ്റ് നടക്കുമ്പോൾ ഈ ജാഗ്വാർ ലാൻഡ് റോവറിൽ വലിയ തോതിലുള്ള പുരോഗതിയോ അല്ലെങ്കിൽ അവർ പുതിയ വേർഷൻ ഇറക്കുന്നതിൽ അവരുമായിട്ട് മത്സരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ JLR ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഹൈബ്രിഡ് കാറുകളിലാണ്. നമുക്കറിയാം, ഇവിടെ ഇന്ത്യയിൽ നമുക്ക് കാണാൻ പറ്റും മാരുതി EV കാറുകൾ ഇറക്കുന്നില്ല, അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഹൈബ്രിഡ് കാറുകളിലാണ്. ഇതേപോലെയുള്ള ഒരു സമീപനമാണ് JLRും വിദേശ മാർക്കറ്റിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഇത് കൂടാതെ വലിയ തോതിലുള്ള എക്സ്പെൻസസ് വർദ്ധിച്ചത് ഈ ജാഗ്വാർ ലാൻഡ് റോവറിൻ്റെ സെയിൽസിനെ ബാധിച്ചിട്ടുണ്ട്. കൂടാതെ ടാറ്റ മോട്ടോഴ്സിന് വലിയ ഡെറ്റ് ഉണ്ട്. ഈ ഡെറ്റ് അവരുടെ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് വർദ്ധിക്കാനും കാരണമായിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നോക്കുമ്പോൾ വലിയ തോതിലുള്ള ബിസിനസ് വെല്ലുവിളികളാണ് JLR നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈയിടെയാണ് ടാറ്റ മോട്ടോഴ്സ് കമേഴ്ഷ്യൽ വെഹിക്കിളിനെയും പാസഞ്ചർ വെഹിക്കിളിനെയും ഡാമേജ് ചെയ്യാനുള്ള ഒരു പ്ലാൻ കൊണ്ടുവന്നത്. അത് ഓൾറെഡി അജണ്ടയിൽ അതിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ടാറ്റ മോട്ടോഴ്സ് അവരുടെ JLR ബിസിനസ് അതുപോലെ EV ബിസിനസ്സും സെപ്പറേറ്റ് ചെയ്താൽ മാത്രമേ യഥാർത്ഥത്തിലുള്ള ഒരു വാല്യൂ അൺലോക്കിംഗ് ആ സ്റ്റോക്കിൽ നടക്കുകയുള്ളൂ. അപ്പോൾ അത്തരം പ്ലാനുകളൊക്കെ ടാറ്റ മോട്ടോഴ്സിനുണ്ടാവാം. പക്ഷെ അതെല്ലാം ഒരു ലോങ് ടേം പ്രോസസ്സാണ്. അതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തന്നെ വലിയ കാലതാമസം എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഇതിൻ്റെ വാല്യുവേഷൻ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൃത്യമായ വാല്യുവേഷൻ ഈ ടാറ്റ EV വെഹിക്കിളിൻ്റെ ആ ഒരു സെഗ്മെൻറ്റിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇങ്ങനെ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ പുതിയൊരു വാർത്ത വന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഇപ്പോൾ നമുക്കറിയാം, കാലിഫോർണിയ ബേസ്ഡ് ആയിട്ടുള്ള എലോൺ മസ്കിൻ്റെ ടെസ്ല കാർ കമ്പനി അവർ ഇന്ത്യയിലേക്ക് കടന്നു വരാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് മഹാരാഷ്ട്രയിലെ ഒരു പ്ലാന്റ് ഇവർ ഓൾറെഡി അതിൻ്റെ നെഗോഷിയേഷനിലാണ്. അപ്പോൾ അതുകൂടാതെ ഇവർ ടാറ്റ മോട്ടോഴ്സുമായിട്ടുള്ള ഒരു കൊളാബറേഷന് വേണ്ടിയും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ മഹാരാഷ്ട്ര ഇവർ തിരഞ്ഞെടുക്കാനുള്ള കാരണം ഓൾറെഡി ടെസ്ലയുടെ പ്രസൻസ് പൂനെയിലുണ്ട്. അപ്പോൾ പൂനെയിൽ ഗവൺമെൻറ് ഒഫീഷ്യൽസ് ശ്രമിക്കുന്നത്, അപ്പോൾ പൂനെയിൽ ആ ഒരു ഏരിയ മെഴ്സിഡസ് ബെൻസ്, ടാറ്റ മോട്ടോഴ്സ്, മഹീന്ദ്ര, വോക്സ് വാഗൺ, ബജാജ് ഓട്ടോ പോലെയുള്ള കാർ കമ്പനികളുടെ ഒരു ഹബ്ബായിട്ടുള്ളൊരു ഏരിയയാണ്. അപ്പോൾ അവിടെയാണ് ടെസ്ലയും അവരുടെ ഫസ്റ്റ് പ്ലാന്റ് ഇന്ത്യയിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇവിടെ വളരെയധികം കോൺട്രഡിക്റ്ററി ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, US പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ടെസ്ലയുടെ അല്ലെങ്കിൽ എലോൺ മസ്കിൻ്റെ ഈ ഒരു നീക്കത്തിനോട് എതിരാണ്. ഡൊണാൾഡ് ട്രംപ് ഉദ്ദേശിക്കുന്നത് കാറുകൾ അമേരിക്കയിൽ തന്നെ മാനുഫാക്ചറിങ് ചെയ്തുകൊണ്ട് മറ്റു രാജ്യങ്ങളിൽ കയറ്റുമതി ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ എലോൺ മസ്ക് നേരിടുന്ന പ്രശ്നം എന്താ വെച്ചാൽ, ഇന്ത്യയിലുള്ള ഹൈ ഇമ്പോർട്ട് ടാക്സ് കാരണം ചെറിയ വിലയിലുള്ള കാറുകൾ ഇറക്കാൻ സാധിക്കില്ല. എന്നാൽ ഇന്ത്യയിൽ പ്ലാന്റ് സ്ഥാപിച്ചുകൊണ്ട് നിർമ്മിക്കുകയാണെങ്കിൽ അവിടെ വില കുറഞ്ഞ കാറുകൾ നിർമ്മിക്കാൻ കഴിയും. അപ്പോൾ
എലോൺ മസ്കിൻ്റെ ഒരു ലക്ഷ്യം എന്താ വെച്ചാൽ ഏകദേശം 20 ലക്ഷത്തിൻ്റെ റേഞ്ചിൽ വരുന്ന EV വെഹിക്കിൾ ഇന്ത്യയിൽ സെൽ ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇന്ത്യയുടെ മാർക്കറ്റ് അത്രമാത്രം ഒരു ബൈങ് പവർ മാത്രമേ EV വെഹിക്കിൾ സെഗ്മെൻറ്റിൽ ഉള്ളൂ എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ അമേരിക്കയിൽ ആണ് ഈ കാറിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നതിൽ അവിടെയുള്ള ആളുകൾക്ക് തൊഴിൽ ലഭിക്കുമെന്നും കൂടാതെ അവിടെയുള്ള സമ്പദ് വ്യവസ്ഥയ്ക്ക് അത് ഗുണം ചെയ്യുമെന്നുമാണ് ട്രംപ് കണക്കൂട്ടുന്നത്. ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സിൽ വന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ CLSA എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ബ്രോക്കറേജ് ഹൈ കൺവിക്ഷൻ ഔട്ട് പെർഫോം എന്നുള്ള ഒരു പൊസിഷൻ കൊടുത്തിരിക്കുകയാണ്. ഇത്ര ആളും വെറും ഔട്ട് പെർഫോം മാത്രമായിരുന്നു, അവിടെ നിന്നാണ് സ്റ്റാറ്റസ് ഉയർത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവരിതിന് 930 എന്ന ടാർഗറ്റാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ബ്രോക്കറേജ് ഹൗസിൻ്റെ ഈ ഒരു തീരുമാനം തീർച്ചയായിട്ടും എലോൺ മസ്കിൻ്റെ ഈ ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടാറ്റ മോട്ടോഴ്സിൽ ഒരു പോസിറ്റിവിറ്റി ഇപ്പോൾ വന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കൂടാതെ ടാറ്റ മോട്ടോഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് വളരെ ലോ PE-യിലാണ്. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 7.8 ആണ്. ഇൻഡസ്ട്രി PE 17 ആണ്. അപ്പോൾ അതിൻ്റെ എത്രയോ താഴെയായിട്ടാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. PEG റേഷ്യോ നോക്കുകയാണെങ്കിൽ 0.08 മാത്രമാണ്. എന്നാൽ കമ്പനിയുടെ ROC 20 ആണ്, ROE 49. അങ്ങനെ നല്ല തോതിലുള്ള ഫണ്ടമെൻ്റൽസ് ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇപ്പോഴുള്ള ഇതിൻ്റെ വാല്യുവേഷൻ വളരെ അട്രാക്റ്റീവാണ്. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.